നിങ്ങളൊന്ന് ആലോചിച്ചേ. കണ്ണാപ്പി കോമഡി സീരീസ് കൗണ്ടർ 190K വ്യൂസ് ഒക്കെ. 190K വ്യൂസ് ഒക്കെ. നോക്കി നോക്ക്. എന്റെ സിനിമാറ്റിക്സ് ഒക്കെ നീ കണ്ടോ? പണ്ടത്തെ ഇത് കണ്ട. ഇതാരടിച്ചത്? വണ്ടി എടുത്തില്ല നീ എന്തെടുക്കും? ഓ സോറി മറ്റേ ലെവലാണേട്ടാ. നീ വണ്ടി എടുത്തിട്ട് എന്തോ എടുക്കണ? അല്ല നീ വണ്ടി എടുത്തിട്ട് എന്തോ എടുക്കും? അല്ല നിനക്ക് തോന്നുമ്പോ വണ്ടി എടുക്കാൻ നിന്റെ കളി നിന്റെ തല അടിച്ചാൻ പൊട്ടിക്കും. നിന്റെ തല അടിച്ചാൻ പൊട്ടിക്കും കേട്ടോ. ഒരു കാര്യം പറയാം, നീ പുറത്തിറങ്ങ. നിന്റെ ഡയലോഗിയൊന്നും ഇങ്ങോട്ട് എടുക്കല്ലേ. അല്ല നിന്റെ ഡയലോഗിയൊന്നും ഇങ്ങോട്ട് എടുക്കല്ലേ. നിന്റെ ഡയലോഗിയൊന്നും ഇങ്ങോട്ട് എടുക്കല്ലേ. വിഴുങ്ങോടാ. വിഴുങ്ങോന്ന് പറഞ്ഞാ വിഴുങ്ങും. നിന്റെ ഡയലോഗിയൊന്നും ഇങ്ങോട്ട് എടുക്കല്ലേ. അടിച്ചു തൂക്കും നിന്നെ. ഡയലോഗിയാണോ ഒക്കെ കാണിച്ചു തരാം. നീ ഇറങ്ങടാ. ചീവിയ ഗ്യാങ്. നീ ചെയ്യാൻ പറ്റുന്നേടാ. ചീവിയ ഗ്യാങ്ങടാ. നിന്റെ ഗ്യാങ്ങടാ. തോട്ടത്തിൽ വാഴ. തോട്ടത്തിൽ വാഴയോ? അല്ല നിന്റെ നീ മടിയിലിട്ട പേരാണോ? അല്ല നീ മടിയിലിട്ട പേരാണോ തോട്ടത്തിൽ വാഴയാണെന്ന്? നീ മടിയിലിട്ട പേരാണോ? അല്ല നീ മടിയിലിട്ട പേരാണോ? നീ ഏത് ഗ്യാങ്ങിലുള്ള? അല്ലല്ല നീ ഏത് ഗ്യാങ്ങിലുള്ള? അല്ല സ്വന്തം ഗ്യാങ് പോലും വെളിപ്പെടുത്താൻ പറ്റാത്ത നീ ഏതാ? അല്ല സ്വന്തം ഗ്യാങ് പോലും വെളിപ്പെടുത്താൻ പറ്റാത്ത നീ ഏതാ? അല്ല സ്വന്തം ഗ്യാങ് പോലും വെളിപ്പെടുത്താൻ അറിയാത്ത നീ ഏതാണ്? നീ ഏതാ? അയ്യോ നെഞ്ചത്താണ് നിന്റെ ഗ്യാങ് നെയിം എഴുതി വെച്ചേക്കുന്നത്. ഓപ്പൈറ്റ് എന്നാണോ ഗ്യാങ്ങിന്റെ പേര്? ഓപ്പൈറ്റ്. അല്ല ഓപ്പൈറ്റ് എന്നാണ് നിന്റെ ഗ്യാങ്ങിന്റെ പേര്. അല്ല ഇവിടെ ഒരു മാസ് സീനുണ്ട്. ഇവിടെ ഒരു മാസ് സീനുണ്ട്. ഇവിടെ ഒരു മാസ് സീനുണ്ട്. എത്ര വട്ടമുണ്ട്? ഇതൊക്കെ അന്നത്തെ സിനിമാറ്റിക്സാ. ബീജൊക്കെ കണ്ടോ അന്നത്തെ? ഇത് വാസണ്ണ റിയാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആരാ മനസ്സിലായല്ലോ? തോട്ടത്തിൽ വാഴകൾ ആരാന്ന് മനസ്സിലായല്ലോ. ഇങ്ങോട്ട് പറ്റുവാണല്ലേ നീയാ ഇപ്പൊ ഇവിടുത്തെ വാഴ, കറക്റ്റ് വാഴ. മനസ്സിലായല്ലോ? ഡയലോഗ് അടിക്കുമ്പോഴേ ഇപ്പഴാ കറക്റ്റ് തോട്ടത്തിൽ വാഴ ആയത്. വേണ്ടി വന്നാൽ തലയിവെട്ടും അധോലോകവും, പറ്റുവാണെങ്കിൽ തക്കുടുവാവും അധോലോകവും. അതാണ് TV. അപ്പൊ മനസ്സിലായല്ലോ കറക്റ്റ് തോട്ടത്തിൽ വാഴ ആരാന്ന്. അപ്പൊ പോട്ടെ, ശരിക്കുള്ള വാഴ. ഓ ഇതൊക്കെയാണ് മാസ് റിയൽ. മനസ്സിലായ? ഇതൊക്കെയാണ് റിയൽ മാസ്. വേറെ ഉണ്ട് എന്റെ കണ്ടന്റ്, വേറെ ഉണ്ടടാ. ഇത് വേറെ. ഇത് കണ്ണാമ്പി മുതൽ. ഓ ഇത് വിഷയമാണ് കേട്ടാ. അയ്യോ താഴത്തെ എടുക്കുക കേട്ടോ. താഴത്തെ ഇത് അത്യാവശ്യം. ഇനി ടിവിയുടെ ബാക്കപ്പ് വെച്ച് വേറെ ഒരു വഴക്കുണ്ടാക്കാൻ പാടില്ല, ഏണി ഉണ്ടാക്കാൻ പാടില്ല. ഇല്ല അണ്ണാ, ഞാൻ ടിവിയുടെ ബാക്കപ്പ് വെച്ചിട്ടില്ല. ഞാൻ എല്ലാം ഒറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നത്. ബുള്ളറ്റിന്റെ ഇടയ്ക്കാണ് ബുള്ളറ്റും കൂടെ കയറി ഇടപെടുന്നേ ഉള്ളു. അത്യാവശ്യം എടുത്ത ഇപ്പൊ ബുള്ളറ്റും ഉണ്ട്. ബുള്ളറ്റിന്റെ മുമ്പിൽ വെച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഗ്യാങ് ഹൗസ് മാറിക്കടാ. നിന്റെ കഥ പറ കേക്കട്ടെ. പിടിച്ച് പൂത്താൻ തുടങ്ങി. അതൊന്നും ശരിയായി തുടങ്ങിയില്ല അണ്ണാ. എല്ലാ പോലീസും എന്നെ പിടിച്ച് പൂത്താൻ തുടങ്ങി അണ്ണാ. അങ്ങനെ നടന്നപ്പോഴത്തേക്ക് ഞാൻ ബുള്ളറ്റിനെ മറ്റേ ബുള്ളറ്റ് എനിക്കൊരു 1 ലക്ഷം രൂപ ആണ് അണ്ണാ. ആ ബുള്ളറ്റിന്റെ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എനിക്കന്ന് 1 കോഴിയുടെ വിലയാണ്ണാ. അതുകൊണ്ടാണ് ഞാൻ തെറ്റുകളൊക്കെ ചെയ്തത്.
അണ്ണാ ആ 1 ലക്ഷം രൂപ കൊണ്ട് എനിക്കിപ്പം 2 കോടിയുടെ വിലയുണ്ടണ്ണാ. ഇതിപ്പം 10 കോടിയുടെ വിലയുണ്ടണ്ണാ. ഈ ബുള്ളറ്റ് അണ്ണ പിന്നെ ബുള്ളറ്റിന്റെ കൂടെ കൂടിയണ്ണ. ബുള്ളറ്റിന് എന്റെ ഒരു ചേട്ടനായിട്ട് കണ്ടു 10 എന്നിട്ട് അണ്ണ ഞങ്ങള് എല്ലാരും കൂടെ ടേസ്റ്റ് ഇറങ്ങി അണ്ണ. കുറെ പേരെ തൂക്കി പൈസയൊക്കെ ആയി. വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും പൈസയൊക്കെ കൊടുക്കാനായിട്ടണ്ണ. എന്നാ വിശന്നിട്ട് വീട്ടിലുള്ളവരൊക്കെ കഴിച്ചിട്ട് തന്നെ 3-4 ദിവസമായി. അവർക്ക് വേണ്ടിയാണ് ഞാൻ ബുള്ളറ്റിനോടെ കൂടി ടേസ്റ്റ് നടത്തി. അവസാനം എനിക്ക് വേണ്ടി ബുള്ളറ്റ് ജീവൻ വരെ ഈ ഒരു ദിവസത്തിനാണ് ഈ ഒരു ദിവസത്തിന് 2 പ്രത്യേകതയുണ്ട്. ഞാൻ കേറിയ സ്പോട്ടിൽ തന്നെ BSP ആയിട്ട് വള്ളിയെ. അതൊന്ന് ഞാൻ TV കയറിയ ദിവസം റോക്കറ്റ് ചന്ദ്രനും ജനിച്ച്. മാസം ജയിലിൽ കഥയിലെ സെന്റിമെന്റ്സ് ആയിട്ട് അവനെ അങ്ങനെ വെറുതെ വിടാനൊന്നും പോകണമെന്നില്ല. എന്താ നീ ഇങ്ങോട്ട് വന്നേ. ഇതാ അടുത്തവൻ കിരിക്കാടൻ ജോസ് വോട്ട് തന്നേക്കുന്നു. ഇവനൊക്കെ എന്താടാ കണ്ണപ്പി. ഇനി ഒരു കാര്യം പറയാം. ഗ്യാങ് ഹൗസിൽ കേറുമ്പോ ഇനി പെർമിഷൻ ചോദിച്ചിട്ട് മാത്രം കേറുക. ഓക്കെ ഇവിടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് പറയുന്ന കേട്ടിട്ട് സംസാരിച്ചാൽ മതി. ഗ്യാങ് മെമ്പേഴ്സ് അല്ലാത്ത ആരും കേറാൻ പാടില്ലെന്ന് ഇന്നോട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നിയമം വെക്കുക. പിന്നെ എല്ലാരും ഇങ്ങോട്ട് വന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്നോട്ട് ഇവന്റെ അടുത്തുള്ള സിറ്റുവേഷൻസ് ഒക്കെ വളരെ കുറയ്ക്കണം. അവനെ അവന്റെ വഴിക്ക് വിട്ടേര്. നമ്മള് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം. ബുള്ളറ്റ് മേടിക്കരുത്. ഞാൻ ഇപ്പൊ അവനെ വിളിച്ചോണ്ട് വരാം. നിങ്ങൾ ഇവിടേക്ക്. നീ എവിടെ പോകും? കണ്ണാപ്പി മാറിയില്ല. എന്താ പറഞ്ഞ നിനക്കൊരു പ്രശ്നം വന്നപ്പം ബുള്ളറ്റ് പണ്ടോട്ട് കൂടെ നിന്നല്ലേ? പണ്ടോട്ട് കൂടെ ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇനി തൊട്ടേ ബുള്ളറ്റ് മാത്രമല്ല TVയിലെ എല്ലാരും നിന്റെ കൂടെ ഉണ്ടാവും. ഇപ്പൊ ഇന്ന് തൊട്ട് TVയെ കണ്ണാപ്പി. വെക്കടാ ഇതിന് വേണ്ട റിക്രൂട്ട്മെന്റ് വെക്കടാ. ഇതൊക്കെ ഒരു സമയമായിരുന്നല്ലേ കേസ്. ഇവിടുന്ന് എന്റെ ലൈഫ് പിന്നെ ഗ്രോ ചെയ്തൊരു കയറ്റമുണ്ട്. എന്റെ അമ്മോ ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ വെള്ളോട്ട് കണ്ണാപ്പി വേഴ്സസ് കാർലോ. അതെനിക്ക് ഇപ്പൊ കണ്ടാലും വിഷമം. ഇതിൽ എന്തൊക്കെ അപരാധമാണ് ഞാൻ വിളിച്ച് പറയുന്നത്. എനിക്ക് പണ്ട് ബാലൻ റിക്രൂട്ട്മെന്റ് ഈ സോപ്പിന്ന് ചാറ്റി കത്തിയേട്ടാ 916 ഇത് ഈ റോബറി ഭയങ്കര വിഷയമായിരുന്നു കേട്ടാ. ഈ റോബറി കണ്ണാപ്പി ബെസ്റ്റ് ടർഫ് സീൻ അതിട്ടെ. ഏത് ഇതാ താര എവിടെ ഇതാ? ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത് കണ്ടിട്ടില്ലേ? ഇത് 2v8 ടർഫ് എന്തോ. ഞാൻ 2v2 അടിച്ച് ആക്കിയ ടർഫ്. ഇത് വൈപ്പർ സ്പോർട്സ് ഞാനാണ്. ഇത് കണ്ണഞ്ചേണ്ട വിസിലാണ് ഞാൻ കളിച്ചത്. വണ്ടിയുടെ മേളിൽ കേറിട്ടുണ്ട്. ഒറ്റ കയറി അടിക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എന്റെ മോനെ ജസ്റ്റ് മിസ്. കണ്ണാപ്പി ട്രിനിറ്റിനെ അടിക്കാൻ ജസ്റ്റ് മിസ് ആയി. എന്തായാലും ഞാൻ ജീവിതത്തിൽ ഈ RP കളിച്ച് കരഞ്ഞൊരു ദിവസം എനിക്കൊന്ന് ഇതാന്ന് തോന്നുന്നു. കാരണം ഈ ടർഫ് പോയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എന്റെ ഒരു മണ്ടത്തരം കാരണം ഇത് ടർഫ് ഇത് ഈ ടർഫ് എടുത്താൽ ചരിത്രമായിരുന്നത്. എന്റെ മോനെ പക്ഷെ ട്രിനിറ്റി കൊണ്ട് എടുത്തിരുന്നെങ്കിൽ കണ്ണാപ്പി എടുത്തിരുന്നെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് എടുത്ത് ചാടാനുള്ള പരിപാടിയാണ് തോന്നുന്നു. വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഓരോന്ന് ചെയ്തോണ്ടിരിക്കുമ്പോ ബാക്കില് സരക്കണ്ണൻ അടിക്കുന്നുണ്ട്. സരക്കണ്ണൻ കോൾ പറയുന്നുണ്ട് ഇതുപോലെ എന്താണ് എടാ കേറിപ്പോലെ അത് LED വെച്ചാ താഴെ ഇറങ്ങും. ഒരുത്തരെ എടുത്ത് അപ്പൊ താഴെ വീണ്ടും കേറുന്നുണ്ട്. കണ്ണാപ്പി വീണ്ടും ക്യാഡിയുടെ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ആർമർ ഇല്ല. ട്രിനിറ്റിയുടെ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ഹീല് മെയിൻ ഹെൽത്തും ഇല്ല. ഓക്കെ ഇവർ രണ്ടുപേരും നിന്ന് എന്റെ മോനെ 2v2 സിറ്റുവേഷൻ
കണ്ണാപ്പി തിരിച്ചറിയിട്ടുണ്ട്. കണ്ണാപ്പി വീണ്ടും കേറുന്നുണ്ട്. ഈ സീൻ ഓക്കെ, ഇവിടെ ആരും മണ്ടത്തരാണ്. ഞാൻ ഇവിടോട്ട് പോകും. ഇവിടെ പോകുമ്പോ കണ്ണാപ്പി ആർമർ പോയിട്ടുണ്ട്. ഹെൽത്ത് അടിക്കാതെ കയറുന്ന കുറച്ച് മണ്ടത്തരമാണ്. കണ്ണാപ്പി തിരിച്ചിറങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഹെൽത്ത് അടിച്ചിട്ട് തിരിച്ചിറങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ അവർ ഒരുമിച്ച് ഓക്കെ, അതൊരു മണ്ടത്തരം. അവിടെ എനിക്ക് അവിടാണ് ഒരു മണ്ടത്തരം പറ്റിയത്. ആ കിടപുള്ളില്ലേ, കിടപുള്ള് ആ ചങ്ങായിക്ക് അന്ന് PP ബാങ്ക് കിട്ടിയ എന്തിന് ഹാക്ക് ഇട്ടേനി എടാ ഓർമ്മയില്ലടാ അന്ന് പറ്റി ഇവിടെ തെറിവിളി ആർമ്മയില്ല. എനിക്ക് ഓർമ്മയില്ല. കെടാബുള്ള് എടാ മറ്റേ ഫ്രണ്ടടാ. ആണോ? ആ കടവുൾ ബാറിന്റെ ഫ്രണ്ട് മറ്റേ പണ്ട് R34-ലല്ലേ എന്തോ ഒരു ഞാൻ മറന്നുപോയെന്ന് തോന്നുന്നു. അവൻ എവിടെ ബാങ്ക് കിട്ടി? എക്സലൻസിലാ ബാങ്ക് കിട്ടി. KKBP ആ ക്ലിപ്പ് എന്റെ ഇപ്പോഴും ഉണ്ട്. ഇവിടെ സർവർ അപ്പാലോ. അപ്പായാ എടാ ഇവനെ ഇതൊക്കെ എടുത്ത് വെച്ച് ലൈവ് റിയാക്ട് ചെയ്യണം കേട്ടാ. എടാ ഈ റീലുണ്ടല്ലോ അതേ ഈ കാണുന്നത് പാറ്റണ്ണൻ ഞാനിവിടെ ചിരിച്ചോണ്ടിരിക്കുന്നത്. എടാ ഞാൻ വണ്ടിക്ക് ഫോട്ടോ എടുത്തില്ലേ അതെന്താ അടിയ? ഈസി അല്ലടാ എന്റെ പഴയ അതേപോലത്തെ ഗിഡിൽ അതേപോലെ തന്നെ ഗെയിം പ്ലേ. ഒരു നിങ്ങൾ രണ്ടുപേരും അതേപോലെ കളിക്കുന്നത് കേട്ടോ. എനിക്ക് എന്റെ പഴയ കളിയൊക്കെ ഓർമ്മ വരുന്നു. അതെ അതെ, ഞാൻ എന്നിൽ നിങ്ങളെയാണ് കാണുന്നത് ഇപ്പൊ. ആരെ? എന്നിൽ നിങ്ങളെയാണ് കാണുന്നത്, പണ്ടത്തെ എന്നിൽ. എന്റെ വാട്സുണ്ട് PUBG കോംബോ ഇഷ്യൂ ആയിരുന്നല്ലേ. കിഡില്ലേ സാധനം ഓടിക്കാൻ എങ്ങനെയുണ്ട്? എന്ത് ഓടിക്കാൻ വിഷയം. എന്താണ് ഹാൻഡിൽ വന്നോടാ? ഹാൻഡിൽ ബാർ ഹാൻഡില് വന്ന പ്ലക്കി ഗുജറാത്തിക്കാരന്മാര് പ്ലക്കി ഗുജറാത്തുകാരെ ഗുജറാത്തല്ല ഉത്തർപ്രദേശ് അദ്ദേഹം പറഞ്ഞു പറ്റി. ഇത് ഞാനിത് രണ്ട് ക്ലിപ്പ് തന്നെ ഊപിച്ചായി. ഞാൻ നാളെ തൊട്ട് കണ്ടന്റ് ഇടാൻ പോകുന്നത്. ആയപ്പോൾ കണ്ണാപ്പിയെ കൊന്നു ചന്ദ്രൻ വന്ന് സംസാരിച്ചു. ദേശീയ ഇമോജി മസ്റ്റാണ് അവിടെ. എന്തൊക്കെ തരം ഇതാണ്. സോറി എടാ മാമൻല്ലേ മാമൻ. എടാ ആ ബാക്ക്ഗ്രൗണ്ട് അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ല. ഇവിടെ എടാ നീലേ ഹെഡ്ലൈറ്റ് ഒക്കെ എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടോ? വെച്ചിട്ടില്ല, കൊണ്ടുപോയി കേറുവാങ്ങി ലിങ്ക് അയച്ചേ. സിറ്റി അപ്പാടാ അപ്പായിട്ടില്ല. ഇന്നപ്പാവൂലേ ഇത്? ഒരു പിടുത്തല്ലേ അപ്പാന്ന് കൊടുത്ത ഞാൻ എന്ന് കൈവിട്ടാലും സിറ്റി ഡൗൺ ആവും. ഇതിന് 427K വ്യൂസോ? കണ്ണാപ്പിയുടെ സ്റ്റോറി എന്താ? കണ്ണാപ്പി 427K വ്യൂസോ? എന്റെ സ്റ്റോറിക്ക് പോലും എത്ര ഷബീർ എന്നൊക്കെ സ്പാം ചെയ്യുന്നത്. ഇത് മറ്റില്ല അന്നത്തെ സിറ്റുവേഷൻ. ഞാനും പോകുമ്പോ ഒരു ബർത്ത്ഡേ പാർട്ടിയിലായിരുന്നു. അപ്പൊ അതിലും വലിയ പ്രശ്നമാണല്ലോ നാട്ടിൽ നടക്കുന്നത്. അതുകൊണ്ട് ഞാന് ഷബീർ അല്ല സാംസിങ് സുബോർഗ് ടിമോ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. വണ്ടി വണ്ടി നമ്മുടെ കൂടെ എത്തും. വരുന്നുണ്ടാ കണ്ണാപ്പി ബോബോയ് റൈഡിങ് പിന്നെ രണ്ട് കിണ്ടിയോ ബ്രോ? ഞാനും ബോബോയും കൂടുമ്പോഴത്തേക്ക് കിണ്ടി എന്നങ്ങ് പറയല്ലേ. രണ്ടും കിണ്ടി. ഇത് ഞാൻ VR കളിക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. അതൊക്കെ എന്തോരം കേറ്റോ കയറിയെന്നറിയോ? നമ്മൾ വിചാരിക്കാത്തൊക്കെയാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഇത് കയറുന്നത്. ഈസി കണ്ടോ? ഈസി കണ്ടോ? സിറ്റിയിലുള്ള ടിവിയിൽ എല്ലാം എണ്ണം ഉണ്ടോ? ഗ്യാങ് ഹൗസിൽ തന്നെ നിന്നോണം. പുറത്ത് പോലും കണ്ടേക്കല്ലോ. വാതക പോലും കാണത്തില്ല. വീടിനകത്ത് കഥ തുടക്കാൻ എല്ലാം ഇവന്റെ ഒക്കെ ജോക്കി ഇവനൊക്കെ ഓ ഒരുത്ത ഫ്രണ്ടൊക്കെ പൊക്കി വരുന്നുണ്ട്. ആ ചത്തി
ഇത് ക്രോമറ്റിലെ സ്റ്റോറി കിട്ട സാധനം, ക്രോമറ്റിലെ സ്റ്റോറി ഇട്ട സാധനം എഴുതട്ടാ. ഓ ഇത് ക്രോമറ്റിലെ സ്റ്റോറി ഇട്ടാ. എന്താണ് എന്താ പരിപാടി? ടർഫ് റീ വെച്ചില്ലേ? റീവെച്ച് 16-ാം തീയതി 15 തീയതി വെച്ചല്ലേ? അയ്യോടാ പ്രോ പ്ലെയർ ഉണ്ടാവില്ലല്ലോ. പ്രോ പ്ലെയർ ഇല്ലല്ലോ. പ്രോ പ്ലെയർ ഇല്ലെന്ന് പറഞ്ഞോണ്ടാണ് കേട്ടോ മാറ്റി വെച്ചത് ആ ദിവസത്തേക്ക്. അതുകൊണ്ട് തന്നെയാണ് മാറ്റിയേക്കാൻ പറഞ്ഞല്ലോ, നമ്മളെ അവൈലബിൾ അല്ല. ഞാൻ അവൈലബിൾ അല്ല, ടർഫ് മാറ്റിയൊക്കെ പറഞ്ഞ നിന്റെ ഫോട്ടോ അയച്ചു തരോടാ. നീലെ ഫോട്ടോ അയച്ചു തരും. പൈസ കൊടുക്കാനില്ല ആൾക്കാരൊക്കെ. ഇല്ലടാ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിരുന്നു, നീ അയച്ചതാ. ലൈവ് കഴിഞ്ഞിട്ട് വായിച്ചുതരാം. നിന്റെ ഫോട്ടോ വെയിറ്റ് അണ്ണന്റെ അടുത്ത് വെച്ചാൽ മതി. അങ്ങനൊന്നുമില്ല. നിക്കോണെ വിളിക്കാം. താല്പര്യമില്ല, നിങ്ങൾ നിർബന്ധിച്ചോണ്ട് കേറാൻ വേണമെങ്കിൽ ആർക്കും താല്പര്യമില്ല. വണ്ടിയുടെ ഓട്ടോ അടിച്ച വണ്ടി എന്റെ വണ്ടിയുടെ ഓട്ടോ ആണോന്ന് അത് എന്റെ ഡിസ്പ്ലേ എനിക്ക് അയച്ചു നോക്കണേ. അത് നമ്പർ ഉണ്ട്, നമ്പർ ഐ ഡി ആയിട്ട് കാണിച്ചു കൊടുക്കും. ഇതാണ് വണ്ടി, ഇത് റെഡ് റൂസ്റ്റർ. ഇതൊക്കെ മോഡിഫൈ അല്ലടാ. എന്നാ ഡീസൽ റിയാക്ഷൻ ആണോ? ഡീസൽ റിയാക്ട് ലോമികള് വലിയ രസമില്ല. എന്നാ ഡീസൽ റിയാക്ട് കൂട്ടുകാരന്റെ. അപ്പൊ ഞാൻ ഡിസ്കൗണ്ട് നിങ്ങൾ ഇരിക്കട്ടെ, ഞാൻ ഡിസ്കൗണ്ട് റൂൾസ് കണ്ടിട്ട് വരാം. മേളിൽ കാണും. ഇതൊക്കെ ഡിസ്കൗണ്ട് റൂൾസ് റിയാക്ട് ചെയ്യാൻ റിയാക്ഷൻ അല്ലേടാ ഇപ്പോഴത്തെ ട്രെൻഡ്. റിയാക്ഷൻ ചെയ്യാ തന്തേലാരി പറയുവാ. ഇതെന്താ ഇത് സൂം അയക്കുന്ന മാറ്റണ്ടേ? ഇതാണ് 6-7 സ്പീഡ്. ഇതെങ്ങനെ പറഞ്ഞ ഇതെന്താ സംഭവം? ഇതെന്താ സംഭവം? ഞാൻ തമാശയായിട്ട് പറഞ്ഞില്ല, ഇങ്ങർക്ക് എന്തോ കാര്യമായിട്ട് പറ്റി. വാച്ചണ്ണ ഈയിടയായിട്ട് വാച്ചണ്ണ ലൈവ് ഇട്ടിട്ട് എന്തോ കാര്യമായിട്ട് ഇങ്ങനെ എല്ലാവരും പുള്ളി ഇങ്ങനെ അല്ലായിരുന്നു. പുള്ളിക്ക് തിരിച്ച് എക്സലാൻസി വന്നപ്പോഴത്തേക്ക് മനസ്സിലായോ പഴയ TKRP ദൈവവും അതൊക്കെ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആ ഒരു രീതിയിലൊക്കെ പുള്ളിക്ക് വന്ന് മനസ്സിലായോ? പുള്ളി മനസ്സിലായോ? അത് പുള്ളിക്ക് എന്തോ പറ്റി കാര്യമായിട്ട്. ഇതെന്താ സംഭവം എന്താ? ഇതെന്താ സംഭവം എന്താ? പക്ഷെ എനിക്കും ചെയ്യണം കഴിച്ച്. ഇതെന്ത് സംഭവം എന്താന്ന് പറഞ്ഞു എനിക്കും ചെയ്യണം. വാച്ചെണ്ണം 463 അതിൽ കൂടുതൽ ഞാൻ എടുക്കണോ? ചാലഞ്ചോ 67 മീമോ?